ഹലോ, ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന 9th ചാപ്റ്ററിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 3 ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കുറിച്ചായിരുന്നു. ഫസ്റ്റ് വൺ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക്സ്, സെക്കൻഡ് വൺ എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, തേർഡ് വൺ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓക്കെ, ഇതിനകത്ത് ഫസ്റ്റ് 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഈ 2 ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കുറിച്ച് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. Housing cooperative societies are organized to solve the housing problems of persons belonging to low and middle income groups. ലോ ഇൻകം പീപ്പിൾസിനെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ മിഡിൽ ഇൻകം പീപ്പിൾസിനെ സംബന്ധിച്ചിടത്തോളവും അവർ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ടു കൺസ്ട്രക്റ്റ് ഹൗസസ്, വീടുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. സ്വന്തമായിട്ട് ഒരു വീട് നിർമ്മിക്കുക എന്നുള്ളത്. അത്തരത്തിലുള്ള പ്രയാസം നേരിടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ടു കൺസ്ട്രക്റ്റ് ഹൗസസ്, വീടുകൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അതിനുവേണ്ട സഹായം ചെയ്യുക എന്നുള്ള സഹായത്തോടു കൂടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഹൗസിംഗ് സൊസൈറ്റീസ് ആർ ഫോംഡ് മോസ്റ്റ്ലി ഇൻ അർബൺ ഏരിയാസ്. അർബൺ ഏരിയകളിലാണ് കൂടുതൽ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഫോം ചെയ്തിട്ടുള്ളത്. They are formed either for securing the ownership of a house or for obtaining accommodation at a fair and reasonable rent. ഇപ്പോൾ ഇവിടെ ഒരു ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഫോം ചെയ്യുന്നതിൻ്റെ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഐദർ ഫോർ സെക്യൂറിങ് ദ ഓണർഷിപ്പ് ഓഫ് എ ഹൗസ്, സ്വന്തം ഉടമസ്ഥതയിലുള്ള ഒരു വീട് നിർമ്മിക്കുക. അതല്ല എങ്കിൽ ടു ഒബ്റ്റെയിനിങ് അക്കോമഡേഷൻ അറ്റ് ഫെയർ ആൻഡ് റീസണബിൾ റെൻറ്റ്, സ്വന്തമായിട്ട് ഒരു വീട് നിർമ്മിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു റീസണബിൾ ആയിട്ടുള്ള റെൻറ്റിന് എന്ത് വേണം, ഒരു അക്കോമഡേഷൻ ഫെസിലിറ്റി കണ്ടെത്തണം. അപ്പോൾ ആ രീതിയിൽ ഒരു ഫെയർ ആയിട്ടുള്ള റീസണബിൾ ആയിട്ടുള്ള വാടക കൊടുത്തുകൊണ്ട് അവർക്ക് ഒരു അക്കോമഡേഷൻ ഫെസിലിറ്റി ഒബ്റ്റെയിൻ ചെയ്യുക. അപ്പോൾ അതിനു വേണ്ടി സഹായിക്കുക. അതല്ല എങ്കിൽ സ്വന്തമായിട്ടൊരു വീട് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിന്, സ്വന്തം ഉടമസ്ഥതയിലുള്ള വീട് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുക. ഈ 2 ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരു ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇൻട്രൊഡക്ഷൻ പറയുന്നത് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഓർഗനൈസ്ഡ് ടു സോൾവ് ദ ഹൗസിംഗ് പ്രോബ്ലംസ് ഓഫ് പേഴ്സൺസ് ബിലോങ്ങിങ് ടു ലോ ആൻഡ് മിഡിൽ ഇൻകം ഗ്രൂപ്പ്സ്. മിഡിൽ ഇൻകം ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളവും ലോ ഇൻകം ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളവും സ്വന്തമായിട്ടൊരു വീട് നിർമ്മിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയാസമായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു റീസണബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു വീട് നിർമ്മിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള സഹായം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നെക്സ്റ്റ് ഇതിൻ്റെ നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, ഒരു 5 നീഡ്സ് നമുക്കിതിനകത്ത് പറയണം. ഫസ്റ്റ് വൺ, ഇൻക്രീസിങ് പോപ്പുലേഷൻ നീഡ്സ് ലാർജ് നമ്പർ ഓഫ് വില്ലിംഗ് പ്ലേസസ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം പറയുന്നത് ഇൻക്രീസിങ് പോപ്പുലേഷൻ കൂടുമ്പം എന്തുണ്ടാവും, ടു ഇൻക്രീസിങ് ദ നീഡ് ഓഫ് വില്ലിംഗ് ഹൗസസ്. അതായത് വില്ലിംഗ് ഹൗസസ് മീൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസസ്ഥലം എന്ന് പറയില്ലേ നമ്മൾ. ഓക്കെ, വില്ലിംഗ് പ്ലേസ് ഓർ വില്ലിംഗ് ഹൗസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാസസ്ഥലം, വാസഗൃഹം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വാസസ്ഥലങ്ങളുടെ ആവശ്യകതയും പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ടു ഇൻക്രീസ് ദ വില്ലിംഗ് പ്ലേസസ്, ആളുകൾക്ക് വാസസ്ഥലങ്ങളുടെ ആവശ്യകതയും ഇൻക്രീസ് ചെയ്യും. ഇതാണ് ഒന്നാമത്തെ കാര്യം.
ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പ്രാധാന്യമുണ്ട്. ആളുകൾ ഡേ ബൈ ഡേ നമ്മളൊക്കെ അറിയാം എന്താണ് പോപ്പുലേഷൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പം ഈ ജനിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ എന്തും വേണം, താമസിക്കാനുള്ള സ്ഥല സൗകര്യങ്ങളും വേണം. അപ്പോൾ അതിനനുസരിച്ച് വാസസ്ഥലങ്ങളുടെ ആവശ്യകതയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ നീഡ് എന്ന് പറയുന്നത് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ. സെക്കൻഡ് പറയുന്നത് കോപ്പറേറ്റീവ് ഹൗസിംഗ് എക്കോണമൈസ് ദ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ആൻഡ് ഇറ്റ് ബിക്കം അഫോർഡബിൾ ഈവൺ ഇൻ ദ ലോ ഇൻകം ഗ്രൂപ്പ്. മറ്റൊന്ന് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ സംബന്ധിച്ചിടത്തോളം ടു എക്കോണമൈസ് ദ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വീട് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഒരു പരിധി വരെ എന്ത് ചെയ്യുന്നുണ്ട്, എക്കോണമൈസ് ചെയ്യാൻ വേണ്ടി, കുറക്കുന്നതിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഒരു ന്യായമായ രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ സഹായിക്കുന്നുണ്ട്. ഇത് ഒരു പരിധി വരെ എന്താണ് ലോ ഇൻകം പീപ്പിൾസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ്. എങ്ങനെയായിരിക്കും ഇവർ എക്കോണമൈസ് ചെയ്യുക എന്ന് പിന്നെ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഈ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എക്കോണമൈസ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ വീട് നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണെങ്കിലും എന്താണ് മെറ്റീരിയൽസ് എല്ലാം തന്നെയാണെങ്കിൽ ബൾക്ക് ക്വാണ്ടിറ്റി ആയിരിക്കും വാങ്ങിക്കുക. ഒത്തിരി വീടുകൾ ഒരുമിച്ച് കൺസ്ട്രക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒത്തിരി വീടുകൾ ഒരുമിച്ച് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ബൾക്ക് ക്വാണ്ടിറ്റി ഒരുമിച്ച് വാങ്ങിക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, ഏറ്റവും ചീപ്പ് റേറ്റിന് സാധനങ്ങൾ കിട്ടും. ഈ രീതിയിൽ അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള ടെക്നോളജികൾ മറ്റും യൂസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റികൾ എന്ത് ചെയ്യുന്നുണ്ട്, ടു എക്കോണമൈസ് ദ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എക്കോണമൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു നീഡ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. തേർഡ്, ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് മൈക്രോ ഫാമിലീസ് നെസസിറ്റേറ്റ് ഇൻക്രീസിങ് നമ്പർ ഓഫ് ഹൗസസ്. ഇപ്പോഴത്തെ ഫാമിലീസ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, മൈക്രോ ഫാമിലിയാണ് അല്ലേ, അണുകുടുംബങ്ങളാണ്. അപ്പോൾ ഓരോ ഫാമിലിക്കകത്തും തന്നെ എന്താണ് 2 or 3 അല്ലെങ്കിൽ മാക്സിമം എന്താണ് പറയുക, ഹസ്ബൻഡ്, വൈഫ് ആൻഡ് 2 children അല്ലേ, ഇതാണ് ഒരു മൈക്രോ ഫാമിലീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഒരു വീട് നിർമ്മിക്കുന്നു, ജസ്റ്റ് മറ്റൊരു പിന്നെ ഇതേപോലെ ഒത്തിരി ആളുകൾ പിന്നെ ഇങ്ങനെ ആളുകൾക്കും ഇതുപോലുള്ള വീടുകളുടെ ആവശ്യകത വരുമ്പോൾ, അപ്പോൾ മൈക്രോ ഫാമിലീസിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യുമ്പോൾ ടു ഇൻക്രീസിങ് ദ നീഡ് ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അവർക്ക് വീടുകൾ ആവശ്യമാണ്. അപ്പോൾ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും ആവശ്യകത ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് തേർഡ്, ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് മൈക്രോ ഫാമിലീസ് നെസസിറ്റേറ്റ് ദ ഇൻക്രീസ്ഡ് ദ നമ്പർ ഓഫ് ഹൗസസ്. ഓക്കെ, തേർഡ്. ദെൻ ഫോർത്ത്, then housing cooperative societies is the best solution to reduce the യൂസേജ് ആൻഡ് പ്രൈസസ് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽ. നേരത്തെ നമ്മൾ പറഞ്ഞു ഇതിനകത്ത് എന്താണ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ യൂസേജ് ആൻഡ് പ്രൈസസ് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസിനെ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ അതിൻ്റെ അത്തരത്തിലുള്ള മെറ്റീരിയൽസിൻ്റെ വില ഏറ്റവും കുറഞ്ഞ രീതിയിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ സഹായിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ബൾക്ക് ക്വാണ്ടിറ്റി ഒരുമിച്ച് വാങ്ങിക്കുമ്പോൾ എന്തുണ്ടാവും, മെറ്റീരിയൽസിന് വളരെ ചെറിയ വിലക്ക് അത് ലഭ്യമാക്കാൻ സഹായിക്കും. ആ രീതിയിൽ ഇറ്റ് റെഡ്യൂസ് ദ പ്രൈസസ് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസ്. ദെൻ ഫിഫ്ത്ത്, ദ ഡെവലപ്ഡ് ഹൗസ് കൺസ്ട്രക്ഷൻ ടെക്നിക്സ് ക്യാൻ ബി ഇഫക്റ്റീവ്ലി യൂസ്ഡ് ഇൻ ദിസ് സെക്ടർ. ഹൗസിംഗ് കോപ്പറേറ്റീവ് സെക്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ടു യൂട്ടിലൈസ്ഡ് ഡെവലപ്ഡ് ഹൗസ് കൺസ്ട്രക്ഷൻ ടെക്നിക്കുകളെല്ലാം ഇഫക്റ്റീവായിട്ട് ഹൗസിംഗ് കോപ്പറേറ്റീവ് സെക്ടേഴ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹൈ ലെവലിലുള്ള നല്ല രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഏറ്റവും ഇഫക്റ്റീവായ രീതിയിൽ കൺസ്യൂമേഴ്സിന് അതല്ലെങ്കിൽ മെമ്പേഴ്സിന് വീട് നിർമ്മിക്കാൻ വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ്. നല്ല രീതിയിലുള്ള ടെക്നോളജിയും മറ്റു കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വീട് നിർമ്മിക്കാൻ സഹായിക്കും. അപ്പോൾ അവിടെ റോ മെറ്റീരിയൽസ് കുറക്കാൻ പറ്റും, കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറക്കാൻ പറ്റും, ഇത്തരം കാര്യങ്ങളുണ്ട് അല്ലേ. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ടെക്നോളജീസ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ ടു ഡെവലപ്ഡ് ഹൗസ് കൺസ്ട്രക്ഷൻ ടെക്നിക്സ് ക്യാൻ ഇഫക്റ്റീവ്ലി യൂസ്ഡ് ഇൻ ദിസ് സെക്ടർ. ഈ ഒരു ഹൗസിംഗ് സെക്ടറിൽ ഇത്തരത്തിലുള്ള ന്യൂ കൺസ്ട്രക്ഷൻ ടെക്നിക്കുകൾ യൂസ് ചെയ്യാൻ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ സഹായിക്കും. ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട അതിൻ്റെ നീഡ്സ് 5 പോയിൻറ്റുകൾ നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് അതിൻ്റെ സ്ട്രക്ചറാണ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.